കോൺഗ്രസ് 100% ജനാധിപത്യം നിലനിൽക്കുന്ന പാർട്ടിയാണ്. പ്രവർത്തകർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. ജനാധിപത്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും കൂടിയോ എന്നാണ് സംശയം. KPCC പ്രസിഡന്റ് പദവി ഒരു തലവേദനയാണ്. MV സുധീരനും K സുധാകരനും വരച്ച് പിന്മാറിയ പദവിയാണിത്. ചെന്നിത്തലയെ പോലെയുള്ള ഗാന്ധിയന്മാർക്കോ സണ്ണി ജോസഫിനെ പോലുള്ള അഭിപ്രായരഹിതർക്കോ കുറച്ചു കാലമൊക്കെ പിടിച്ചു നിൽക്കാമെന്ന് മാത്രം. ഈ സമാധാന മനുഷ്യരെ പോലും പ്രകോപിതരാക്കുന്ന ജനാധിപത്യ വിശ്വാസികളാണ് കോൺഗ്രസ് നേതാക്കൾക്ക്. കോൺഗ്രസിനെ സെമി കേഡറാക്കുമെന്ന പ്രതിജ്ഞയെടുത്താണ് K സുധാകരൻ KPCCയുടെ അധ്യക്ഷനായത്. കണ്ണൂരിലെ CPMകാരെ കിടുകിടാ വിറപ്പിച്ച സുധാകരന്റെ അവസ്ഥ എല്ലാവരും കണ്ടതാണ്. എല്ലാവരും കൂടി അദ്ദേഹത്തെ പുകച്ച് പുറത്തു ചാടിച്ചു. ഗ്രൂപ്പില്ലാത്ത കോൺഗ്രസ് പിണറായി ഇല്ലാത്ത CPMനെ പോലെയാണ്. ഒരു ഗുമ്മുണ്ടാവില്ല. കോൺഗ്രസിൽ A മുതൽ Z വരെ ഗ്രൂപ്പ് ഉണ്ടായിരുന്ന കാലത്ത് നിന്ന് ഗ്രൂപ്പില്ലാത്ത കാലത്തേക്കുള്ള യാത്ര രസകരമാണ്. കഴിഞ്ഞ 10 വർഷം കാര്യമായ ഗ്രൂപ്പ് പ്രവർത്തനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, പ്രത്യേകിച്ച് കഴിഞ്ഞ 5 വർഷം. പക്ഷെ അദൃശ്യമായി ആ ഗ്രൂപ്പ് ഇപ്പോഴും കോൺഗ്രസിലുണ്ട്. ഇപ്പോൾ Aയും Iയും തിരുത്തലൊന്നുമല്ല ഗ്രൂപ്പ്. KC ഗ്രൂപ്പും VD ഗ്രൂപ്പും RC ഗ്രൂപ്പുമാണ്. അധികാരത്തിന് വേണ്ടി നേതാക്കൾ കാന്തങ്ങളെ പോലെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ കടിച്ചു തൂങ്ങിക്കിടക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയ സമയം മുതൽ കോൺഗ്രസിൽ പതിവ് പോലെ തമ്മിലടിയുണ്ട്. വോട്ടെടുപ്പിന് ശേഷം ഫലം പുറത്തുവരും മുമ്പ് തന്നെ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി ചരടുവലി തുടങ്ങി. KCയും VDയും RCയും ഒളിഞ്ഞും തെളിഞ്ഞും തങ്ങളുടെ മനസ്സ് തുറന്നു കാണിച്ചുകൊണ്ടിരിക്കുന്നു. VD സതീശന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഒരു നിലപാടുണ്ട്. ഒരു തീരുമാനമെടുത്താൽ അതിൽ ഉറച്ചു നിൽക്കും. അതുകൊണ്ടാണ് UDFന് 100 സീറ്റ് കിട്ടിയില്ലെങ്കിൽ വനവാസത്തിന് പോകുമെന്ന് VD പ്രഖ്യാപിച്ചത്. UDFന് സീറ്റ് കുറഞ്ഞിരുന്നുവെങ്കിൽ VD അതിന് മടിക്കില്ല, അത് ഉറപ്പാണ്. VD സതീശനെ പുകഴ്ത്താനല്ല ഇങ്ങനെ പറഞ്ഞത്. കോൺഗ്രസിൽ ഇത്തരം നേതാക്കൾ വളരെ കുറവാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VDയെ പിന്തുണയ്ക്കുന്ന MLAമാർ കുറവാണെന്ന് വാർത്തകൾ വരുന്നു. അതിന് എന്താണ് കാരണം? 1-2 കാരണങ്ങൾ പറയാം. KC വേണുഗോപാൽ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടപെട്ട് തൽപര കക്ഷികളെ തിരികെ കയറ്റി. 2, ഹൈക്കമാൻഡിൽ വലിയ പിടിപാടുള്ള KCയെ പിണക്കാൻ ആരും തയ്യാറാവില്ല. സതീശൻ വെറും ഒരു പ്രാദേശിക നേതാവല്ലേ. 3ാമത് VD കർക്കശ നിലപാടുകളുള്ള നേതാവാണ്. MLAമാരുടെ ഞഞ്ഞാപിഞ്ഞ രീതികളൊന്നും VDയുടെ അടുത്ത് നടക്കില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ VDയുടെ ഈ ഉറച്ച നിലപാട് നമ്മൾ കണ്ടതാണ്. VD മുഖ്യമന്ത്രിയായാൽ ഒരു തരിക്കിടിയും നടക്കില്ല, അത് ഉറപ്പാണ്. പക്ഷേ ജനങ്ങൾ ആർക്കൊപ്പമാണ്? സംശയമില്ല, VDക്കൊപ്പം തന്നെ. കോൺഗ്രസിലെ സാധാരണ പോസ്റ്റർ ഒട്ടിക്കുന്ന, കൊടി പിടിക്കുന്ന, മുദ്രാവാക്യം വിളിക്കുന്ന പ്രവർത്തകർ VDക്കൊപ്പം തന്നെ. KCയെ പിന്തുണയ്ക്കുന്ന നേതാക്കളുടെ പ്രതികരണത്തിന് താഴെ വരുന്ന കമന്റുകൾ മാത്രം നോക്കിയാൽ മതി. പലരും എയറിൽ നിന്ന് ഇതുവരെ താഴെയിറങ്ങിയില്ല. ഒരാശ്വാസം മാത്രം, കോൺഗ്രസ് പഴയ കോൺഗ്രസ് തന്നെ.